വരുന്നത്, ബൈ റോഡാണോ വരുന്നത്, കടലിൽ കൂടിയാണോ വരുന്നത്, എവിടെ നിന്നാണ് ഇതിൻ്റെ സപ്ലൈ, അത് അന്വേഷിച്ച് പോകണം. അതിനുള്ള സംവിധാനം കേരളത്തിൽ വേണം. ആ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തിയാൽ നമുക്കിതിനെ തകർക്കാൻ പറ്റും. അത് ചെയ്യുമെന്ന് വ്യക്തമായൊരു ഉറപ്പാണ്, 100% ചെയ്യും. ഞാനിത് അസംബ്ലിയിൽ ഗവൺമെന്റിനോട് പറഞ്ഞാണ്, ഞങ്ങളിത് ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാം, നിങ്ങളിത് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ചെയ്യണ്ടേ? നിങ്ങളിതിൻ്റെ സോഴ്സ് പിടിക്കാൻ ആളെ കിട്ടി, നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നിനക്കാരാ തരുന്നത്, അങ്ങനെ ചെയ്യുന്നല്ലേ ഇത്. അവസാനം ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന ഒരു 10 പേരെ പിടിച്ചാൽ പോരെ. അപ്പോൾ കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്താൽ പണി കിട്ടും എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോൾ താങ്കളുടെ മുൻപിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ 2031 പ്ലാനിലേക്ക് നമുക്ക് ഇതുകൂടി വെക്കണം. ഒരു നമ്പർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എത്രയോ, ഞാൻ മറന്നുപോയി, 30,000-40,000 കേസുകൾ എന്തോ ആണ് കഴിഞ്ഞ വർഷം ഇത് ഡ്രഗ് യൂസേജും അതിന്റെ അബ്യൂസും അറൌണ്ട് വന്നത്. ആ നമ്പറിനെ നമുക്ക് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഞങ്ങള് വി ഹാവ് ഗോൺ ത്രൂ ദാറ്റ്. എന്താണ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഹൗസിലും 2 പ്രാവശ്യം ഇത് കൊണ്ടുവന്നു. വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തു. ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. തീർച്ചയായും കുറെ കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ആക്ട് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു. ഈ അമേരിക്ക വിയറ്റ്നാമിൽ നാപ്പാം ബോംബിട്ടപ്പോൾ തീപിടുത്തം ഉണ്ടായി. ഒരു കുഞ്ഞ് ഓടുന്ന ഒരു വലിയ ചിത്രമുണ്ട്. ഒരു കുഞ്ഞ് ഓടുന്ന, ഒരു കൊച്ചു പെൺകുട്ടി ഓടുന്ന ചിത്രം, നഗ്നയായിട്ട്. ഈ തീ ഇങ്ങനെ പുറകെ വരുവാണ്. പിന്നീട് പുലിത്സർ പ്രൈസ് കിട്ടിയ വലിയൊരു ചിത്രമാണ്, ഒരു വലിയ ഫോട്ടോഗ്രാഫർ എടുത്ത. ആ ചിത്രം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചന്ന്. ഒരു പടം, അന്ന് സോഷ്യൽ മീഡിയ ഇതൊന്നുമില്ലല്ലോ, ഫോണൊന്നുമില്ല. ആ പടം ലോകത്തെ സ്വാധീനിച്ചു. ലോകത്തെ എല്ലായിടത്തും പ്രകടനങ്ങൾ നടന്നു യുദ്ധത്തിനെതിരായിട്ട്. അമേരിക്കയിൽ പോലും വിയറ്റ്നാമിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി, യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ വിഷ്വലിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന കാണുക, ഒരു വികാരമില്ല ആർക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അന്ന് ലോകം മുഴുവൻ എരമ്പി. ഇപ്പം എനിക്കൊക്കെ ആ ചിത്രം കാണുമ്പോൾ ഭയങ്കരമായ നമ്മുടെ യുദ്ധത്തിനോടൊക്കെ നമുക്ക് വെറുപ്പാണ്. അന്ന് അമേരിക്ക അവിടെ യുദ്ധം ചെയ്യുന്ന ആളുകളോടൊക്കെ നമുക്ക് ബോംബിട്ട് ഈ പാവങ്ങളെ കൊല്ലുന്നതിനോടൊക്കെ നമ്മുടെ ആത്മരോഷം നമുക്ക് തിളക്കി വന്നു. ഇപ്പം ഗാസയിൽ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന കണ്ടിട്ട് ആർക്കൊരു വികാരമില്ല. യുണൈറ്റഡ് നേഷൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ആരെങ്കിലും. അപ്പോൾ ഐ ഫീൽ നത്തിങ്. എനിക്ക് ഒന്നും തോന്നുന്നില്ല. എന്നാലൊരു അപകടകരമായ ഒരു രീതിയിലേക്ക് ലോകം മാറുകയാണ്. എനിക്ക് ചെറുപ്പക്കാരെ പേടിയാവുക. ചെറുപ്പക്കാരെ മാത്രമല്ല, അവരെയാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത്. ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് തോന്നുന്നു? അല്ല,